ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹമായി ഇന്ന് ഞങ്ങൾ പോയത് ആലപ്പുഴ ചമ്പക്കുളത്തുള്ള ന്യൂയോർക്ക് ഷാപ്പിലാണ്. പേര് മാത്രമേ ന്യൂയോർക്ക് എന്നുള്ളൂ. വളരെ മനോഹരമായ ഒരു വയലിനരികെയായി നല്ല നല്ല സീനറീസും നല്ല ഫുഡും തരാൻ കഴിയുന്ന ഒരു കിടിലൻ ഷാപ്പാണ് ന്യൂയോർക്ക് ഷാപ്പ് എന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹട്ടുകളിലാണ് നമുക്കിരിക്കാൻ സാധിക്കുന്നത്. പാർക്കിംഗ് സൗകര്യമൊക്കെ അത്യാവശ്യമുണ്ട്. എന്നാലും അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ വെളിയിലൊക്കെ പാർക്കിംഗ് ചെയ്യാം. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും മറ്റു കാര്യങ്ങളുമാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഓരോരോ സാധനങ്ങളായി വരാൻ തുടങ്ങി. ഇവിടെ മൊത്തം ഹട്ടുകളിൽ 2 മാത്രമാണ് എ സി ഉള്ളത്. അപ്പം ഞങ്ങളൊരു എ സി ഹട്ടാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത്. അപ്പം ചീനിയും കള്ളും എല്ലാം ഞങ്ങളങ്ങനെ ഒഴിച്ച് വെച്ച് അടുത്തടുത്ത സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കട്ട വെയിറ്റിങ്. എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ ആ ഹട്ടിൻ്റെ തന്നെ പുറകശത്തെ ഒരു വ്യൂ ആണിത്. ആ അണ്ണൻ ഏതാ മീൻകറിയും പന്നി റോസ്റ്റും പിന്നെ പൊടിമീൻ വറുത്തതായിട്ട് വന്നിട്ടുണ്ട്. ഷാപ്പിലെ മീൻകറിയെ പറ്റി നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല പുളി എരിയുള്ള മീൻകറി അതങ്ങനെ കപ്പയ്ക്കകത്തോട്ടഴിച്ച് അകമ്പടിക്കായിട്ടൊരു ഇച്ചിരി പന്നി വറുത്തതും കൂട്ടി ഒരു പിടി പിടിച്ച എൻ്റെ പൊന്നമ്മച്ചി കിടിലം. ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാം. കള്ളുകൂടിയല്ല കേട്ടോ മെയിൻ, നമുക്ക് ഫുഡ് കഴിയാണ് മെയിൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച ആ ഒരു ആംബിയൻസ് വേറെ തന്നെ. കൊച്ചുപെണ്ണും അവിടെ നിന്ന് എന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ പന്നി വറുത്തതും ഇച്ചിരി മീൻകറിയായിട്ടൊക്കെ നമ്മൾ അതാണ്ട് ഇങ്ങനെ കൊണ്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ, ആദ്യം ഒരെണ്ണം കഴിച്ച് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല സൂപ്പറായി. അതിനുശേഷം ഞണ്ട് റോസ്റ്റ് വന്നു. അവൻ്റെ ഒരു കാലങ്ങോട്ട് എടുത്ത് കടിച്ച് പൊട്ടിച്ച് തിന്നുന്നതും ഒരു സുഖം തന്നെ. പക്ഷേ ഞാൻ ഞണ്ട് തിന്നുന്നത് കണ്ടിട്ട് രശ്മി പറഞ്ഞ് എനിക്ക് ഞണ്ട് തിന്നാൻ അറിയത്തില്ലെന്ന്. പിന്നെ അവൾ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു കേട്ടോ. ഞണ്ട് തിന്നാനല്ല, അവൾ തിന്ന് സഹായിച്ചു. അങ്ങനെ ഞണ്ട് കറി ഞങ്ങൾ ഒരു സൈഡിലേക്ക് പിന്നെ പൊടിമീൻ വന്നു, അങ്ങനെ പൊറോട്ട വന്നു. ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങളങ്ങനെ ഒരു ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത സാധനം വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്ട് ഇവനെയാണ്. നല്ല സൂപ്പർ ചൂടപ്പം അവർ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ഒരാൾക്ക് ഒരു 5 6 നല്ല സിമ്പിളായിട്ട് കഴിക്കാം. അത് മീൻകറി കൂട്ടി കഴിക്കണോ, അത് പോർക്ക് കൂട്ടി കഴിക്കണോ, അത് എങ്ങനെ കഴിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ അപ്പം സൂപ്പർ സാധനമാണ്. കപ്പയെക്കാട്ടി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പം. അവിടുത്തെ അപ്പം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ്. അതങ്ങനെ മീൻകറിയും കൂട്ടി ചുരുട്ടി ഒരു പിടി പിടിക്കാൻ സൂപ്പറാണ്. കപ്പ തിന്നണോ അപ്പം തിന്നണോ ഞാൻ കൺഫ്യൂഷനായി. പക്ഷേ എനിക്ക് അപ്പമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പത്തിനകത്ത് നല്ല രീതിയിലൊന്ന് പ്രയത്നിച്ചു. അതിനുശേഷം കാളാഞ്ചിക്കറി വന്ന്. ഈ കറി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല. ഞങ്ങൾ ഓർഡർ ചെയ്തത് കരിമീൻ കറിയാണ്. കരിമീൻ മപ്പാസ് അല്ല, കരിമീൻ കറി. അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കരിമീൻ കറി. അതാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അണ്ണൻ ആൾ മാറി കൊണ്ടുവന്നത് കാളാഞ്ചിക്കറിയാണ്. പിന്നെ കിട്ടിയതല്ലേ. കാളാഞ്ചിക്കറിക്ക് അകമ്പടിയായിട്ട് പിന്നെ എന്ത് വന്നു, വരാൽ കറിയും കൂടെ വന്നു. പിന്നെ എന്തായാലും വന്നതല്ലേ, നമ്മൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ച് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അങ്ങനെ കാളാഞ്ചിയുടെ ഒരു സൈഡ് ഏകദേശം ഞങ്ങളോട്ട് തീർത്തപ്പം കക്കയായിട്ടെണ്ണം വന്ന്. നല്ല കക്ക റോസ്റ്റ് ഒരു ആവറേജ് അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത്യാവശ്യം വലിയ കക്കയൊക്കെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട വലിയൊരു ടേസ്റ്റൊന്നും തോന്നിയില്ല. പക്ഷേ രശ്മി പാത്രമൊക്കെ ഏകദേശം ക്ലിയറാക്കി. രശ്മിയുടെ ഇടതുവശത്തായിട്ടാണ് വരാലിരിക്കുന്നത്. അവസാനം അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കുഞ്ഞിപ്പെണ്ണ് കാർട്ടൂൺ പ്ലസ് ഫുഡിലിരിക്കുകയാണ്. ഞാനും അത്യാവശ്യം നല്ലോണം അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എല്ലാവരും ഓരോ ഗ്ലാസ് കള്ളടിച്ചു. നല്ല നാടൻ കള്ളാണ് കേട്ടോ, അല്ലാതെ തലയ്ക്ക് പിടിക്കുന്ന കലക്കുകളൊന്നുമില്ല. ഇവനാണ് ഹൈലൈറ്റ്. ഞാൻ ഇത്രയും കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. നല്ല തേങ്ങ അത് എന്ത് ചെയ്തതെന്നോ, വറുത്തരച്ച് അതിനകത്തിട്ടാണോ എന്ത് വന്നറിയത്തില്ല. പക്ഷേ കിടിലൻ ടേസ്റ്റാണ്. കോരി കഴിക്കാൻ നമ്മൾ അതിൽ ഐസ്ക്രീം കഴിക്കുന്ന മധുരമല്ല കേട്ടോ, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അവിടുത്തെ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുന്ന ഐറ്റം ഈ കരിമീൻ കറിയാണ് കേട്ടോ. ഇത് നമ്മൾ പറയണം, കരിമീൻ തേങ്ങ ഇട്ട് അവർ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ അവസാനം ഞങ്ങളുടെ അംഗമെല്ലാം തീർന്ന് സീനറിയും ഫുഡും എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ എണീറ്റപ്പോൾ എന്താണ്ട് അവൻ വന്ന്. ഇതാണ് അവിടുത്തെ വില വിവര പട്ടിക.